ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പറയാമോ കണ്ടന്റ് ഒന്നുമില്ലേ, കണ്ടന്റ് ക്ഷാമാന്നൊക്കെ. അതേ കണ്ടന്റ് ക്ഷാമാണ് ഗൈസ്, ഇങ്ങനെയൊക്കെയല്ലേ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്കായിട്ട് അടിപൊളി ഒരു റെസിപ്പി ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ഞാൻ എൻ്റെ ശരിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ശരിയാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. അത് ശരിയായെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനൊന്ന് ഉണ്ടാക്കട്ടെ ആദ്യം. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സംഭവം. ടൺ മാക്രോണിയും പാസ്ത, ചിലർ തവളനൊക്കെ പറയണ പോലെ മാക്രോണി അങ്ങനെയൊക്കെ പറയും. നമ്മൾ പാസ്ത പാസ്ത ഉണ്ടോ, ചിലർ അങ്ങനെ വലിയ കാര്യത്തിൽ പറയും മാക്രോണി ഉണ്ടോ. ഞാൻ ഇടയ്ക്ക് പറയും വലിയ ഗമയിലേക്ക് ഇത് മാക്രോണി ഒരു പ്ലേറ്റ് പോരട്ടെ. ഒരു വൃത്തികെട്ട മണയിന് ഗൈസ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പാത്രത്തിൽ അല്ല, ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കണം. ഈ പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പാസ്ത നമുക്ക് ഇടാം. ആദ്യം നമ്മൾ വെള്ളം ഒന്ന് എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിതാ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മാക്രോണി, എനിക്ക് എപ്പോഴും മാക്രോണി ഞാൻ പറഞ്ഞില്ലേ തവളയുടെ പോലെ മാക്രോണി. അപ്പോൾ മാക്രോണി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചിങ്ങനെ തിളയ്ക്കുമ്പോഴേക്കും നമ്മളൊന്ന് ഇട്ടിട്ട് 5 മിനിറ്റ് നമ്മുടെ മാക്രോണി ഒന്ന് വേവിക്കണം. ആ വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇളക്കും ചെയ്യണം കേട്ടോ. ഗ്യാസിന് എന്താ ശബ്ദമൊക്കെ വരുന്നുണ്ടല്ലോ. ഞാൻ വെള്ളത്തിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചോണ്ടാന്ന് തോന്നുന്നുണ്ട് ശബ്ദമൊക്കെ വരുന്നുണ്ട്. പൊട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് അതൊന്ന് വെള്ളം തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇടാം. അപ്പോൾ ആരും പറയും വേണ്ടാന്ന്. എന്താ സംഭവം നോക്കുക ഗൈസ്. നമ്മുടെ ഉണക്കച്ചെമ്മീനില്ലേ, ഉണക്കച്ചെമ്മീൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെട്ടു പോകും എൻ്റെ ഈ റെസിപ്പി. യാഹാ, ഞാൻ കഴിച്ച് കാണിച്ചരേ. നമ്മൾ എടുക്കുക, ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കൈയിട്ടെടുക്കണം. ഞങ്ങൾക്ക് മാത്രം കഴിക്കാനുള്ള സംഭവമാണ് കേട്ടോ. ഉണക്കച്ചെമ്മീൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു ഇഷ്ടപ്പെട്ടു പോകും. ഞാൻ അത്ര ഉണക്കച്ചെമ്മീൻ ലവറായിരുന്നില്ല. ഈ സാധനം ഉണ്ടാക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെന്ന് വെച്ചാൽ പറയും, ഞാൻ തരാം. ഞാൻ വലിയ കുക്കിൻ്റെ പോലെ ഈ റെസിപ്പി വേണോ എന്നൊക്കെ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ തരും. ഓക്കെ ഗൈസ്, ഈ ക്യാമറാമാൻ കുറേ നേരം ഇത് തിളക്കട്ടെ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തും. ഞാനാണെങ്കിലൊക്കെ ക്ഷമയില്ലാണ്ട് ഇപ്പിടും കണ്ട് നോക്കി നിൽക്കുക. ഇയാളിങ്ങനെ മനുഷ്യനായ ഇയാളെ ഞാൻ മാറ്റും ക്യാമറാമാൻ. നമ്മൾ സംഭവം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പാസ്ത ഇടണം. പാസ്ത ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് നമ്മൾ വേവിക്കണം കേട്ടോ. അതിൻ്റെ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇളക്കിയിട്ട് വേണം വേവിക്കണമെങ്കിൽ. അടി പിടിക്കും, അല്ലെങ്കിൽ അടി പിടിക്കുന്ന ചത ഒട്ടും. നമ്മുടെ പാസ്ത ഉണ്ടല്ലോ, അത് വെന്ത് വരുമ്പോൾ നമുക്ക് അത് അടിയിൽ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിയിട്ട് വേണം സാധനം ചെയ്യണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. എത്ര വേണമെന്നൊന്നുമില്ല, നമുക്ക് കൈമയ്ക്ക് തെറിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാൽ കൈമയ്ക്ക് തെറിക്കുന്നു. എത്ര വേണം? കുറച്ചുകൂടി വേണോ ഗൈസ്? നമ്മളിതാ ഈ പാക്കറ്റിൽ, അയ്യോ ഇപ്പം തന്നെ ഒട്ടിയേ, ഈ പാക്കറ്റിലെ പകുതി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇളക്കണം എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് ഒട്ടുണ്ടേ, അടിയിൽ ഒട്ടുണ്ട്. നമ്മൾ നന്നായി ഇളക്കട്ടെ. ഈ പാക്കറ്റില്ലേ, ഇതാ ഈ കണ്ണ പാക്കറ്റിൻ്റെ പകുതിയോളം ഇട്ടു. ഞാൻ വേണോ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഒന്ന് നന്നായി തിളക്കാനായിട്ട് മുമ്പ് നമുക്ക് ഉപ്പിടണം. നമ്മൾ ഇതൊന്ന് ഉപ്പിട്ടിട്ട്, ആദ്യം ഉപ്പിട്ടിട്ട് ഞാൻ കാണിച്ചുതരാം. നമ്മൾ ആവശ്യാനുസരണം ഉപ്പിട്ടാൽ, ഇപ്പം ഉപ്പിട്ടാൽ മാത്രമേ പാസ്തയിൽ പിടിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിക്കുമ്പോൾ തന്നെ ഇടണം. കുറച്ച് ഉപ്പൊക്കെ ഇടാം. അധികം ഇട്ടുണ്ടല്ലോ സംഭവം. ഉപ്പ് കൂടി കഴിഞ്ഞാൽ തന്തയ്ക്ക് തിളയ്ക്കുന്നു വിളിക്കരുത് ആൾക്കാർ. അപ്പോൾ കുറച്ച് കൂടുന്നതൊക്കെ നല്ലതാ, ശരീരത്തിന് ആരോഗ്യപരമായി നല്ലതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇളക്കി ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും പിടിക്കട്ടെ. ഒരു കഞ്ഞിയുടെ മണം ഗൈസ് ഇതിന്. അമ്മ അങ്ങനെ പറയും, ഫുഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഓരോന്ന് പറയരുതിട്ടൊന്ന് പറ്റേ. പക്ഷെ എനിക്ക് പണ്ട് മുതലുള്ള ശീലമാണ്, ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി ഗൈസ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കഴിഞ്ഞു കേട്ടോ, അറിയണ്ട കഴിഞ്ഞു എന്നുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് മതിയേ, ഒരു സ്പൂണൊക്കെ മതി. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമുക്കത് സെറ്റായിട്ട്. കുറച്ചുകൂടി ഒഴിക്കണം, വേണ്ടല്ലേ? ഓക്കെ, നമ്മളിത് ആരുടെ വീഡിയോ കണ്ടിട്ടൊന്നും ചെയ്യണതൊന്നുമല്ല. നിങ്ങൾക്കിത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ അങ്ങനെ ആരും വീഡിയോ കട്ടെടുക്കാറൊന്നുമില്ല. യൂട്യൂബിൽ 2-3 വീഡിയോസ് കാണും, പിന്നെ പഠിക്കും, പിന്നെ എൻ്റെ കലാവിരുദ്ധമൊക്കെ ഞാൻ ചേർക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ലവരുടെ വീഡിയോ ആയിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ കമൻ്റ് ഒന്നും ഇടണ്ട കേട്ടല്ലോ.
ഇളക്കട്ടെ കേട്ടോ. വർത്തമാനം പറഞ്ഞ് വാചകടിച്ച് നിന്നാൽ ഇത് അടി പിടിക്കും. അടി പിടിച്ചാൽ എൻ്റെ മോന്തേമ്മ അടിക്കും. ആര്? നിങ്ങളെന്നെ. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എന്നെ അടി പിടിപ്പിച്ചു എന്ന് പറയരുത്. ഇത് വേവാനായിട്ടൊരു 5 മിനിറ്റ് ഇപ്പോൾ സമയം എത്രയായിരുന്നു ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇളക്കിയിട്ട് ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് ആയി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇത് ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാനിത് ചിലപ്പോൾ അടി പിടിപ്പിക്കും. അതുകൊണ്ട് ഞാൻ അധികം വർത്തമാനം പറയുന്നില്ല ഗൈസ്. നല്ല കഞ്ഞിയുടെ അല്ല ഗോതമ്പ് ഉപ്മാവൊക്കില്ലേ അതിൻ്റെ സ്മെല്ല് സംഭവത്തിന്. നോക്ക് ഗൈസ്, ഇതായിട്ടുണ്ടേ. ഇവിടെ 6 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ഇളക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെക്കണം. ആ ചൂടാറാൻ വെക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു പാത്രത്തിൽ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. നമ്മൾ ഈ പാത്രത്തിൽ വെക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒട്ടി പിടിക്കും. ഈ പാസ്തയുടെ ഒരു പ്രത്യേകതയാണ് മാക്രോണിയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മളിത് ഇങ്ങനെ ഒട്ടി പിടിക്കും സംഭവം. നമ്മൾ നന്നായി വെള്ളം ഊറ്റിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇടണമെങ്കിൽ. കണ്ടോ, ഇത് ഒട്ടി പിടിക്കാണ്ട് നമ്മളിങ്ങനെ വേർപ്പെടുത്തി ഇടണം. അപ്പം നമുക്കത് പുക പൊണക്കി ഒരു മഞ്ഞ് ഉള്ള സ്ഥലത്തേക്ക് വന്നത് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഒട്ടാണ്ട് കഴിക്കാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ ഒട്ടി കഴിച്ചാൽ തൊണ്ടയിലൊക്കെ കുടുങ്ങി ചാവും. ഗൈസ്, അങ്ങനെ നമ്മളിതാ ഫുള്ള് മാക്രോണി ചൂടുണ്ട്. ഈ ഒരു പ്ലേറ്റിലേക്കുള്ളതുണ്ട്, പ്ലേറ്റിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിനി ചെയ്യേണ്ട കാര്യം, നമുക്ക് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇതാ ഐറ്റംസ് അങ്ങോട്ട് കാണിക്കൂ. ബാക്കിയുള്ള ഐറ്റംസ് നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനി വാട്ടി ശരിയാക്കണം. ഓക്കെ, നമ്മൾ അതിനുള്ള പാത്രവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാട്ടോ. ഞാൻ എടുത്ത് വെച്ചിട്ടില്ലേ, അതെൻ്റെ തെറ്റ്. ഗൈസ്, ഇതായി പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാധനം ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാണ്ടാണ്. വെള്ളത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. പൊട്ടി ഇങ്ങനെ കൊട്ടാറുന്നുണ്ട് തെറിച്ച് ഞാൻ ഈ രാജ്യം വിട്ടു പോയി. ഞാൻ കാരണം അമ്മ പറഞ്ഞിട്ട് വെള്ളം ഉള്ളപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിക്കരുത്, അപ്പോൾ പൊട്ടി തെറിക്കുന്നു. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റി ആവി കുറച്ച് വന്നോട്ടെ, മീൻസ് ആ പുകയൊക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് മാത്രമേ ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിക്കൂ. അല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്തേക്ക് ഇതൊക്കെ പൊട്ടി തെറിക്കും. നടക്കില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മുഖമൊക്കെ കളഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിലും ആർക്കും വേണ്ടാത്തൊരു മുഖം, അതും കൂടി കളഞ്ഞാൽ പിന്നെ കഥം പോകുകയാണ്. വെള്ളമൊക്കെ വറ്റട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇടും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പാത്രത്തിലെ വെള്ളമൊക്കെ വറ്റിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ പുകയൊക്കെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതിയേ, മതി. വെളിച്ചെണ്ണ കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊണ്ട് ഇപ്പം തന്നെ വേടിപ്പിക്കാൻ പറയും അമ്മ. ഇപ്പോൾ 10 മണി ഈ സമയം രാത്രി സൂപ്പർ മാർക്കറ്റ് വരെ അടച്ചു പോയിട്ടുണ്ടാവും. ഇപ്പം നെസ്റ്റോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒന്നിങ്ങനെ കിടുകിടുകിടുന്ന് പറഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ഇതിലിടേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ശബ്ദം, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് ഞാൻ. കുറച്ച് മതി, നമ്മൾ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോൾ ഒരു 6 അല്ലി, പിന്നെ അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, അതൊക്കെ ഒന്ന് ജസ്റ്റ് ആദ്യം ഇടുക. ഞാൻ കാണിച്ചു തരാം ഇടേണ്ടത് എങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് ഓടും ഗൈസ്, നിങ്ങളൊന്ന് തോന്നരുത്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട് തോന്നുന്നു. ഇങ്ങനെ ഇട്ടിട്ട് കണ്ടോ ഞാൻ പറഞ്ഞല്ലേ ഇതിൽ വെള്ളമുണ്ടായിരുന്നു. എനിക്ക് പേടിയാ. എന്തിട്ടത് ഇത് ഫുള്ള് നമ്മളിതാ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സബോളയും പച്ചമുളകും, നമ്മൾ ഒരു 2 സബോളയും ആവശ്യത്തിനനുസരിച്ചുള്ള സബോള അരിഞ്ഞാൽ മതി. അതിൽ 2 പച്ചമുളകും 2 സബോളയും കൂടിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇടുകയാണ്. ഇട്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർക്കണേ. എന്തത് കൈ കൊണ്ടെടുത്തിട്ടാന്നല്ലോ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചമുളക് ക്യാപ്സിക്കം. സത്യത്തിൽ ഗൈസ് എനിക്ക് ക്യാപ്സിക്കം ഇഷ്ടമല്ലാത്ത സാധനമാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി, ഈ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാപ്സിക്കം ഇടുന്നുണ്ട്. നന്നായി ഒന്ന് വെന്താൽ മതി. തക്കാളി പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. തക്കാളി നമുക്ക് ഇതിൻ്റെ അറിയില്ല എന്ന് വയ്ക്കാം. നമ്മൾ ക്യാപ്സിക്കവും ക്യാപ്സിക്കം ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്താണ്. തക്കാളി ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ പാസ്ത ആണെങ്കിൽ കൂടുതൽ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ ചേർക്കാം. കേട്ടല്ലോ. നമുക്കിതൊന്ന് ഗ്യാസ് കൂട്ടി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ടോ? കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് സാധനം അടി പിടിക്കും. വെളിച്ചെണ്ണയുടെ വില കുറവുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഒഴിക്കുക. വലിയ അച്ഛൻ മാത്രമുള്ള സാധനം മുള്ളിയ ഇങ്ങനെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ല മണം വരും. ഇട്ടപ്പം നല്ല സ്മെല്ലല്ലേ, സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാവട്ടെ കേട്ടോ. അതായിട്ട് നമ്മൾ പൊടികൾ സാധനങ്ങളൊക്കെ ചേർക്കണം. കുറച്ചൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഉപ്പിടണം. ഉപ്പിൻ്റെ പാത്രം തിരഞ്ഞെടുത്ത് നടക്കാണ്. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ച പാത്രമായിട്ട് കുറച്ച് സെറ്റ് പാത്രങ്ങളുണ്ട് കണ്ട, എല്ലാം ഒരേപോലെ ഇട്ട് വയ്ക്കാനായിട്ട് ഞാൻ മേടിച്ചതാണ്. ഞാൻ അല്ല, അമ്മ മേടിച്ചതാണ്. ഞാൻ കാണിച്ചു കൊടുത്തതാണ്. നമുക്ക് ഉപ്പിടണം. ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം അനുസരിച്ചിട്ട്. നിങ്ങൾക്ക് ചിലവർക്ക് ഉപ്പിൻ്റെ ആവശ്യം അധികം ഉണ്ടാവില്ല. ഞാൻ ഉപ്പ് ലവറാണ് ഗൈസ്. ബുദ്ധി അത് കാരണം ഒന്നുമില്ല ഉണ്ടായി. കുറച്ച് ഉപ്പ് കുറച്ചും കൂടി ഇടാം. നമ്മൾ ഉപ്പിട്ടിട്ട് ഇതൊന്ന് ഇളക്കുക. ഉപ്പ് കൂടിയാൽ എന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അനുസരിച്ചിട്ട് ഉപ്പിടുക. എൻ്റെ വീട്ടിൽ ഉപ്പ് കൂടിയ ഇതിന് മൊത്തം ഞാൻ തിന്നേണ്ടി വരും. അപ്പോൾ ആരും ഇവിടെ കഴിക്കാണ്ടാവില്ല. അപ്പോൾ ഞാൻ അത് ഉപ്പ് കൂടുതലിടും. നല്ല മണമൊക്കെ വരുന്നുട്ടോ. ഞാൻ എപ്പോഴും മറന്നു പോണ ഒരു കാര്യമാണ്, ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഈ സംഭവം ഉണ്ടാക്കണമെന്നുള്ളത്. ഈ കയ്യിലും മേടിച്ചിട്ട് ഞാൻ ഇതുവരെയായിട്ടും ഇതുകൊണ്ട് ഇളക്കിയിട്ടില്ല. മറ്റേ കയ്യിൽ മേടിച്ച് കയ്യിലിട്ട് ഇളക്കി ആ പാത്രത്തിൻ്റെ ഒരു കഥം ഹോകയായിട്ടുണ്ട്. എന്താ ചെയ്യാൻ, ഭയങ്കര ബുദ്ധി കൂടി ഉണ്ടേ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ പൊടികളൊക്കെ ഇടാം. നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ചെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. ഞാൻ ഒരു 2 സ്പൂണ് അത്ര ഇട്ടിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ പച്ചമുളകും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടിയും കുറച്ച് മതി, കൂടുതലാവണ്ട. ഞാൻ കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട്. നമ്മുടെ ചിക്കൻ മസാലപ്പൊടി, ചിക്കൻ്റെ കുറച്ച് ടേസ്റ്റൊക്കെ വരട്ടെ വെച്ചിട്ട് ഇതിട്ടിട്ട് ഒന്ന് ഇളക്കുക. മുളക് പൊടിയുടെ കുത്ത് ഗൈസ്. നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഞാൻ മുളക് പൊടി അധികം ഇട്ടിട്ടില്ല, നമുക്കൊന്ന് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി കുറച്ച് കിടക്കട്ടെ. തളർന്നു. ഇതിൻ്റെ പൊടികളൊക്കെ ഇട്ടപ്പോഴേ മൂക്കിലേക്കടി ചേറി. അപ്പം തൊട്ട് തുടങ്ങിയത് തുമ്പാൻ. വയ്യ, തളർന്നു. ഇങ്ങനെ കുറച്ച് കലാവിരുതാണ് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഇട്ടാണ്. അപ്പം അവിടെ നിന്ന് ഉറങ്ങണേ, ഉറക്കത്തിലുള്ള എൻ്റെ അമ്മ വരും തോന്നുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ സാധനം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മളൊരു സംഭവം വീഡിയോയിൽ കാണാത്തതും വേറെ ആരും ഉണ്ടാക്കാത്തതുമായ ഒരു സാധനമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ മണം നിറയതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് സോസ്, മനസ്സിലായോ? സോസ് ഇതിലേക്ക് കുറച്ച് ഒഴിക്കണം. നിങ്ങൾക്ക് ഒരു 2 സ്പൂണൊക്കെ മതിയാവും. ഞാനിത് കടയിൽ നിന്ന് മേടിച്ചാട്ടെ 10 രൂപയുടെ. ഇതിന് മാത്രമേ ഞാൻ സോസ് ലവർ ഒന്നല്ല, എനിക്ക് സോസ് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. നിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ സോസ് ഒഴിക്കണം കണ്ടു, അപ്പം ഞാൻ മേടിച്ചു എന്ന് മാത്രം. മണമൊന്ന് പോട്ടെ. നല്ല കുത്തു വരുന്നുണ്ട് ഗൈസ്. കുത്തിയിട്ടുണ്ടേ. അപ്പോൾ ഗൈസ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, ഞാൻ പറഞ്ഞല്ലോ ആവശ്യത്തിനനുസരിച്ച് മതി കേട്ടോ. കുറച്ചും കൂടി ഒഴിക്കാൻ തോന്നുന്നുണ്ട്, കാരണം എന്താ വെച്ചാൽ തുണ്ട് പാക്കറ്റാണല്ലോ. കുറച്ചുകൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് 10 രൂപയുടെ ഒരു പാക്കറ്റ് ആയതുകൊണ്ട് അതിൽ കുറച്ചുകൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി മെയിൻ സാധനം ഇതിൽ ഒഴിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കത്തിൽ ആരും പരീക്ഷിക്കാത്തൊരു സംഭവമാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മുട്ട നമ്മൾ ഇതിലിടുന്നതായിരിക്കും. പാസ്ത മുട്ട, അതിന് ഒരു പേര്, അങ്ങനെ പുതിയ പേരിടാം അല്ലേ. നമുക്കിത് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഭയങ്കര കലാവിരുതായുണ്ട്, കുഴപ്പമില്ല. മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കാൻ ഭയങ്കരമായിട്ട് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ, എന്താ ചെയ്യുക, പ്രൊഫഷണൽ ഒരു തട്ടുകടയിൽ നിൽക്കണ ഒരാളുടെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ യാദൃശ്ചികമായി തോന്നുന്നതായിരിക്കും. ഞാൻ തട്ടുകടയിൽ നിന്നിട്ടില്ല. വാവ്, നൈസ്. നമുക്കിതൊക്കെ ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിടാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കുറച്ച് മുട്ട ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉപ്പിടണം. ക്യാമറാമാൻ അവസാനം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇളക്കിയാൽ ചിലപ്പോൾ അടി പിടിക്കും ഞാൻ ഇളക്കണം കണ്ടിട്ട്. അപ്പോൾ അത് കാരണം ക്യാമറാമാനെ ഇളക്കി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉപ്പിടണം സാർ, ഞാൻ പറയണ അതുപോലെ ചെയ്യണം കേട്ടോ.
ഉപ്പിടട്ടെ ഗൈസ്. നമ്മളങ്ങനെ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായി ഇതുപോലെ ഇളക്കണം ഗൈസ്. അങ്ങനെ അവസാനം നമ്മുടെ പാസ്ത നമ്മൾ ഇടാൻ പോവാണ്. കയ്യുള്ളൂ, ചൂടില്ല, ചൂടാറി. നമുക്ക് പാസ്ത ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കാം. ഞാൻ പറഞ്ഞില്ലേ ഒട്ടിപ്പിടിച്ചു തോന്നുന്നുണ്ട്. ഇത് ഇട്ടേട്ടാ, ഒട്ടിപ്പിടിച്ചു ഗൈസ്. ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ചെയ്തൊരു അബദ്ധം എന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ കൊള്ളുണ്ടായിരുന്നില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കുണ്ടായിരുന്നത്. അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് കുറച്ച് പാത്രത്തിലായിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എന്നിട്ട് ഞാൻ പറയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. കേട്ടോ ഗൈസ്? അപ്പോൾ നമുക്ക് സംഭവം കഴിച്ച് നോക്കാം. റെഡി ആയിട്ടുണ്ട്. കഴിച്ച് നോക്കാൻ വേണ്ടി വായിലിട്ട് അരയ്ക്കണു. ഞാനൊരു കഷ്ണം സ്പൂൺ എടുത്ത് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി കഴിക്കാം. കളിയില്ല, ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്കിക്കോ. അടിപൊളി സംഭവമാണ്. പക്ഷെ ഒരു കാര്യം പറയാള്, എന്നെപ്പോലെ ഇത്ര അധികം ഉണ്ടാക്കരുത്. നിങ്ങളുടെ വീട്ടുകാരുണ്ടെങ്കിൽ, വീട്ടിൽ അത്ര അത്യാവശ്യം നിറച്ച ആൾക്കാരുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിൽ വെച്ചുണ്ടാക്കണം. ഇത് കവിഞ്ഞ് പുറത്തേക്ക് വരുന്നു, കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലെ ആക്കരുത് കഴിച്ച്, ഇതുപോലെ ആക്കരുത്. എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.